ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ അടിസ്ഥാന ശാസ്ത്രം വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഊർജ്ജതന്ത്രമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയും കെമിസ്ട്രിയും പേപ്പർ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്ന യൂണിറ്റുകളിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1-ാം പദജോടിയിലെ ബന്ധം മനസ്സിലാക്കി 2-ാം പദജോടി പൂരിപ്പിക്കുക. സദിശ അളവ് വേഗം, അതിശ അളവ് വേഗം. സദിശ അളവാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാണ്? സദിശ അളവ് ഏതാണ്? പ്രവേഗമാണല്ലേ. അതിശ അളവ് വേഗം, സദിശ അളവ് പ്രവേഗം. ആൻസർ പ്രവേഗം. ദെൻ 3-ാമത്തെ ചോദ്യം. കോൺകേവ് ദർപ്പണത്തിൽ നടക്കുന്ന പ്രകാശ പ്രതിപതനം ചിത്രീകരിച്ചിരിക്കുന്നു. ഇവയിൽ ശരിയായ ചിത്രം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ ചിത്രം ഇതിൽ ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ചിത്രം. ഓപ്ഷൻ ഡി ആണ്. ദെൻ തന്നിരിക്കുന്നവയിൽ സ്ഥായി കുറഞ്ഞ ശബ്ദം ഏത്? തന്നിരിക്കുന്നവയിൽ സ്ഥായി കുറഞ്ഞ ശബ്ദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ശബ്ദമാണ്? അതെ, പുരുഷ ശബ്ദമാണ് അല്ലേ. ആൻസർ പുരുഷ ശബ്ദം. ദെൻ 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5-ാമത്തെ ചോദ്യം നോക്കിയാലോ. ചിത്രം നിരീക്ഷിക്കുക. ഒരു കുപ്പിയിൽ പി, ക്യു, ആർ എന്നീ സ്ഥാനങ്ങളിലെ സുഷിരങ്ങളിലൂടെ താഴേക്ക് ഒഴുകുന്ന ജലപാതത്തിന്റെ ചിത്രീകരണം തന്നിരിക്കുന്നു. ഏത് ചിത്രമാണ് ശരിയായത്? ഏത് ചിത്രമാണ് ഇതിൽ ശരിയായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ചിത്രമാണ് ശരിയായത്? അതെ, 3-ാമത്തെ ചിത്രമാണല്ലേ. ആൻസർ 3 ആണ്. ഓക്കെ, ദെൻ ഈ നിഗമനത്തിലെത്താൻ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അത് ഉയരം കൂടുന്തോറും എന്താണ്? അതെ, മർദ്ദം കൂടുന്നു. ഈ നിഗമനത്തിലെത്താൻ കാരണം എന്താണ്? ഉയരം കൂടുന്തോറും മർദ്ദം കൂടുന്നു. ഓക്കെ, ദെൻ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. 6-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. എ, കാന്തത്തെ സംബന്ധിച്ചിടത്തോളം സജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. ബി, ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായി ഉത്തര ധ്രുവത്തിനടുത്തായിരിക്കും. സി, ഒരു കാന്തിക വസ്തുവിന് കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തമായി മാറാനുള്ള കഴിവാണ് വശകത. ദെൻ കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് റിൻഡറ്റിവിറ്റി. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അല്ലെ? ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായത്? അതെ, ഓപ്ഷൻ ബിയും സിയുമാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആൻഡ് സി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിക്കുമ്പോഴുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്നാൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ദോലനം കാരണം ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. കാരണം വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം? അത് ആവൃത്തിയിലുള്ള വ്യത്യാസമാണല്ലേ. ആൻസർ എന്താണ്? ആവൃത്തിയിലുള്ള വ്യത്യാസം. അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി കുറവാണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി എന്താണ്? കുറവാണ്. ദെൻ 8-ാമത്തെ ചോദ്യം. ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിലെ ഉപകരണത്തിന്റെ പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിലെ ഉപകരണത്തിന്റെ പേരെന്താണ്? യെസ്, എന്താണ് കൂട്ടുകാരെ? ഇലക്ട്രോസ്കോപ്പ് ആണല്ലേ. ആൻസർ എന്താണ്? ഇലക്ട്രോസ്കോപ്പ്. ദെൻ ഈ ഉപകരണത്തിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചിട്ട്. ഈ ഉപകരണത്തിന്റെ ഉപയോഗം എന്താണ്? അത് സ്ഥിതവൈദ്യുതിയുടെ സാന്നിധ്യം അറിയാൻ. സ്ഥിതവൈദ്യുതിയുടെ സാന്നിധ്യം അറിയാനാണ് നമ്മൾ ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രതിബിംബത്തിന്റെ ആവർത്തനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രതിബിംബത്തിന്റെ ആവർത്തനം അല്ലേ. എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, ഒരു വസ്തുവിന്റെ വലിപ്പത്തിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. എന്താണ്? ഒരു വസ്തുവിന്റെ വലിപ്പത്തിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. ദെൻ ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി നോക്കൂ. ഒരു കോൺവെക്സ് ദർപ്പണത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന 6 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തുവിന്റെ മിഥ്യാ പ്രതിബിംബത്തിന് 3 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ആവർത്തനം കണക്കാക്കുക. ആവർത്തനം എത്രയാണ്? യെസ്, 3/6 ഈസ് ഈക്വൽ ടു 0.5 അല്ലേ. ആൻസർ എത്രയാണ്? 0.5.
ദെൻ 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. 10ാമത്തെ ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിലായി OB എന്ന വസ്തു വെച്ചിരിക്കുന്നു. പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം പൂർത്തീകരിച്ച് പ്രതിബിംബത്തിന്റെ സ്ഥാനം കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും 2 പ്രത്യേകതകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് എഴുതാൻ നമുക്ക്? യെസ്, മിഥ്യയും നിവർന്നതുമായിരിക്കും അല്ലെ, മിഥ്യയും നിവർന്നതും ആയിരിക്കും. ദെൻ 11ാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ. ശരിയായി എർത്ത് ചെയ്യാത്ത മിന്നൽ രക്ഷാചാലകം ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. ഈ പ്രസ്താവന സാധൂകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ശരിയായി എർത്ത് ചെയ്തില്ലെങ്കിൽ വൈദ്യുതി ഭൂമിയിലേക്ക് ഒഴുകാതെ വൈദ്യുത ഉപകരണങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. എന്താണ്? ശരിയായി എർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ വൈദ്യുതി ഭൂമിയിലേക്ക് ഒഴുകാതെ വൈദ്യുത ഉപകരണങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. ദെൻ മിന്നൽ ഏൽക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട 2 മുൻകരുതലുകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. ദെൻ നെക്സ്റ്റ് എഴുതാം, വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയെ കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടവ, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. കോൺകേവ് ദർപ്പണത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, മേക്കപ്പ് മിറർ, ദെൻ ഡോക്ടർമാരുടെ ഹെഡ് മിറർ, ദെൻ സിനിമ പ്രൊജക്ടിലെ റിഫ്ലക്ടർ, വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് റിഫ്ലക്ടർ. ദെൻ കോൺവെക്സ് ദർപ്പണത്തിൽ യെസ്, തെരുവ് വിളക്കുകളിലെ റിഫ്ലക്ടർ, വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ, വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ. ഓക്കെ, ദെൻ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ് സംഗീതം. ചിലപ്പോൾ സംഗീതവും ശബ്ദമലിനീകരണത്തിന് കാരണമായേക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ, ശബ്ദമലിനീകരണം കൊണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണ് ശബ്ദമലിനീകരണം. മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണ് എന്ത്? ശബ്ദ മലിനീകരണം. ദെൻ ശബ്ദമലിനീകരണം കൊണ്ടുള്ള 2 ദോഷങ്ങളല്ലേ, എന്തൊക്കെ എഴുതാം? മാനസികവും വൈകാരികവുമായ തലങ്ങളെ ബാധിക്കുന്നു. ദെൻ ബധിരതയ്ക്ക് കാരണമാകുന്നു. മാനസികവും വൈകാരികവുമായ തലങ്ങളെ ബാധിക്കുന്നു, ബധിരതയ്ക്ക് കാരണമാകുന്നു. ദെൻ ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള 2 മാർഗങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, എയർ ഹോൺ ഉപയോഗം നിരോധിക്കുക. അതുപോലെ തന്നെ എന്താണ്? യെസ്, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. എയർ ഹോൺ ഉപയോഗം നിരോധിക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.